ഹലോ ഫ്രണ്ട്സ്, അടുത്ത ടോപ്പിക്കാണ് ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ആൻഡ് സ്കോപ്പ് ഓഫ് പവർ പ്രിവിലേജസ് ആൻഡ് ഇമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് മെമ്പർ ഓഫ് പാർലമെൻറ്റ്സ് ജനങ്ങളുടെ എലക്ട് ചെയ്ത റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്സിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ലോ ഉണ്ടാക്കുക, എക്സിക്യൂട്ടീവ്സിനെ കൺട്രോൾ ചെയ്യുക, ജനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുക ആണ്. ആർട്ടിക്കിൾ 105 പ്രകാരം മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്സിൽ സ്പെഷ്യൽ പവർ പ്രിവിലേജസ് ഇമ്മ്യൂണിറ്റീസ് നൽകുന്നു. അവർ ഫിയർ ഇല്ലാതെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയാണ്. അടുത്താണ് ക്വാളിഫിക്കേഷൻ ഓഫ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്. ക്വാളിഫിക്കേഷൻ ഓഫ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റിൽ പറയുന്നതാണ് MP ആകാൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ലോകസഭയിൽ 25 ഇയേഴ്സ് ഉണ്ടെങ്കിലും വേണം. രാജ്യസഭയിൽ 30 ഇയേഴ്സ് വേണം. പാർലമെൻറ്റ് പ്രിസ്ക്രൈബ്ഡ് ചെയ്ത ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. രജിസ്റ്റേർഡ് വോട്ടർ ആയിരിക്കണം. ഇനി ഡിസ്ക്വാളിഫിക്കേഷൻ പറയണേ, അതായത് MP ആവാൻ പറ്റില്ല എന്നുള്ള ഇതാണ്. ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്ത, പിന്നെ അൺസൗണ്ട് മൈൻഡ് ആണെങ്കിൽ, അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻ്റ് ആണെങ്കിൽ, പിന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം കോൺവിക്റ്റഡ് ആണെങ്കിൽ, ആൻറ്റി ഡിഫെക്ഷൻ ലോ അനുസരിച്ച് 10th ഷെഡ്യൂൾ പ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആണെങ്കിൽ. അടുത്താണ് പവർ ആൻഡ് പ്രിവിലേജസ് ആൻഡ് ഇമ്മ്യൂണിറ്റീസ്. ആർട്ടിക്കിൾ 105 ഇത് പറയുന്നത്. അതിൽ പറയുന്നതാണ് ഇൻഡിവിജ്വൽ പ്രിവിലേജസ്. പാർലമെൻറ്റിലെ മെമ്പർ ഓഫ് പാർലമെൻറ്റ്സ് ഫ്രീഡം ഓഫ് സ്പീച്ച് മെമ്പർ ഓഫ് പാർലമെൻറ്റ്സിനുണ്ട്. പിന്നെ ഇമ്മ്യൂണിറ്റി ഫ്രം ലീഗൽ പ്രൊസീഡിങ്സ്. പാർലമെൻറ്റിൽ പറഞ്ഞതും വോട്ട് ചെയ്തതിനും കോർട്ടിൽ കേസ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ പറയുന്നത് ഫ്രീഡം ഫ്രം അറസ്റ്റ് സിവിൽ കേസസ്. സിവിൽ കേസിനൊക്കെ അറസ്റ്റ് ഇല്ല. അതായത് സെക്ഷൻ ടൈം അനുസരിച്ചിട്ട് സെക്ഷൻ ടൈമിലും സെക്ഷൻ്റെ 40 ദിവസം മുന്നേയും 40 ദിവസം കഴിഞ്ഞിട്ടും ക്രിമിനൽ കേസിൽ ഈ പ്രൊട്ടക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ എക്സംഷൻ ഫ്രം കോർട്ട് അറ്റൻഡൻസ്. പാർലമെൻറ്റ് സെക്ഷൻ നടക്കുമ്പോൾ കോർട്ട് അറ്റൻഡൻസ് അല്ലെങ്കിൽ ജൂറി ഡ്യൂട്ടിയിൽ നിന്ന് എക്സംഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് കളക്റ്റീവ് പ്രിവിലേജസ്. അതായത് ഓരോ ഹൗസും തൻ്റെ ഇൻറ്റേർണൽ പ്രൊസീഡിങ്സ് കൺട്രോൾ ചെയ്യും. ഈ കളക്റ്റീവ് പ്രിവിലേജിൽ ആദ്യത്തേതാണ് റൈറ്റ് ടു റെഗുലേറ്റ് ഇൻറ്റേർണൽ പ്രൊസീഡിങ്. അതായത് ഓരോ ഹൗസും തൻ്റെ ഇൻറ്റേർണൽ പ്രൊസീഡിങ്സ് കൺട്രോൾ ചെയ്യും. പിന്നെ പറയുന്നതാണ് റൈറ്റ് ടു എക്സിക്യൂട്ട് ഔട്ട്സൈഡേഴ്സ്. പാർലമെൻറ്റിന് സീക്രട്ട് സെറ്റിങ്സ് നടക്കുകയും ഔട്ട്സൈഡേഴ്സിനെ എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യാം. പിന്നെ പറഞ്ഞ റൈറ്റ് ടു പബ്ലിഷ് പ്രൊസീഡിങ്സ്. പാർലമെൻറ്റ് ഡിബേറ്റ്സും പ്രൊസീഡിങ്സും പബ്ലിഷ് ചെയ്യാം. പിന്നെ പവർ ടു പണിഷ് ഫോർ കണ്ടംപ്റ്റ്. അതായത് പ്രിവിലേജ് ബ്രീച്ച് ചെയ്താൽ പാർലമെൻറ്റിന് പണിഷ് ചെയ്യാം. പണിഷ്മെൻറ്റ്സ് ആണ് വാർണിംഗ്, സസ്പെൻഷൻ, എക്സ്പൾഷൻ, ഇംപ്രിസ്മെൻറ്റ് റെയർ കേസുകളിലായിരിക്കും. അടുത്താണ് ഇൻഫോർമേഷൻ ഓൺ അറസ്റ്റ്. MP അറസ്റ്റ് ആയാൽ സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാനെ ഉടനെ ഇൻഫോം ചെയ്യണം. പിന്നെയാണ് സ്കോപ്പ് ഓഫ് പ്രിവിലേജസ്. പ്രിവിലേജസിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെൻറ്റ് ഇൻഡിപെൻഡൻസ് പ്രൊട്ടക്റ്റ് ചെയ്യുക, എക്സ്റ്റേണൽ പ്രഷറിൽ നിന്ന് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഫ്രീ ഡിബേറ്റ് എൻഷുർ ചെയ്യുക, പാർലമെൻറ്റിൻ്റെ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, സ്മൂത്ത് ഫങ്ഷനിങ് ഉറപ്പിക്കുക ആണ് പ്രിവിലേജസ്. അടുത്തതാണ് ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ പ്രിവിലേജസ് ആബ്സൊല്യൂട്ട് അല്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ജുഡീഷ്യൽ റിവ്യൂ, ക്രിമിനൽ ലയബിലിറ്റി നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല, നാഷണൽ ജസ്റ്റിസ് ഫോളോ ചെയ്യണം. ഇതൊക്കെയാണ് അവരുടെ ലിമിറ്റേഷൻസ്. പിന്നെ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ. സുപ്രീം കോർട്ട് പറഞ്ഞത് പ്രിവിലേജസ് കോൺസ്റ്റിറ്റ്യൂഷനെ സബ്ജക്റ്റ് ആണ്. ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്. പാർലമെൻറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇനി ഇമ്പോർട്ടൻറ്റ് കേസ് ലോസ് ആണ്. MSM ശർമ്മ വേഴ്സസ് ശ്രീകൃഷ്ണ സിൻഹ 1959 ഉണ്ടായ കേസാണ്. ആർട്ടിക്കിൾ 105 പ്രകാരം പാർലമെൻറ്റിലെ ഫ്രീഡം ഓഫ് സ്പീച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പിന്നെ കേശവ് സിംഗ് കേസ് 1964 ഉണ്ടായ കേസാണ്. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലിഗിലിറ്റി അല്ലെങ്കിൽ മാലാഫൈഡ് ഉണ്ടെങ്കിൽ
മാലാഫൈഡ് ഉണ്ടെങ്കിൽ പാർലമെൻറ്റ് പ്രിവിലേജസിനെ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാമെന്നാണ് പറയുന്നത്. കേശവ് സിംഗ് കേസിൽ പാർലമെൻറ്റ് പ്രിവിലേജസ് ആബ്സല്യൂട്ട് അല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. രാജാറാം പാൽ കേസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ലോകസഭ 2007 ഉണ്ടായ കേസിലാണ് ഇല്ലീഗലിറ്റി അല്ലെങ്കിൽ മാലാഫൈഡ് ഉണ്ടെങ്കിലും പാർലമെൻറ്റ് പ്രിവിലേജസിനെ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പിന്നെ കൺക്ലൂഷനാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റിനെ ഡിസ്ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നു. പിന്നെ ആർട്ടിക്കിൾ 105 പ്രകാരം പ്രിവിലേജസ് നൽകുന്നു. MPസിൻ്റെ ഫിയേഴ്സ് ഇല്ലാത്ത ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഈ പ്രിവിലേജസ് ആബ്സല്യൂട്ട് അല്ല, കോൺസ്റ്റിറ്റ്യൂഷനും ജുഡീഷ്യൽ റിവ്യൂസിനും അവയെ കൺട്രോൾ ചെയ്യുന്നു. താങ്ക് യു ഗൈസ്.